ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വെറൈറ്റി തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചുകൊണ്ടൊരു തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോള, 4-5 പച്ചമുളക്, ഒരു പിടി നാളികേരം, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഞാൻ ഈ കോളിഫ്ലവറൊക്കെ ഒരു ചോപ്പറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നൈസായി ചോപ്പ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ സബോളയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇതേപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം ഒന്ന് കടുക് വറുത്തെടുക്കണം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ 2 വറ്റൽമുളകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരവും കറിവേപ്പിലയും ഇടണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചിന് നമ്മുടെ കോളിഫ്ലവർ തോരനും വെണ്ടയ്ക്ക മപ്പാസും പപ്പടവും അച്ചാറുമാണ്. അപ്പോൾ വെണ്ടയ്ക്ക മപ്പാസിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് നമ്മൾ ഇട്ടിരിക്കുന്ന ക്യാപ്സിക്കം തോരനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.